കൊല്ലം നഗരത്തിൽ വീണ്ടും MDMA വേട്ട. 50 ഗ്രാം MDMAയുമായി അഞ്ചാലുമൂട് അനില പിടിയിലായി. കർണാടകത്തിൽ നിന്നും കാറിൽ കടത്തിക്കൊണ്ടുവന്ന വിപണിയിൽ ഉദ്ദേശം 3 ലക്ഷം രൂപ വില വരുന്ന 50 ഗ്രാം MDMAയാണ് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷന് സമീപം വെച്ച് സിറ്റി ഡാൻസ് ഓഫ് ടീമും ശക്തികുളങ്ങര പോലീസും സംയുക്തമായി നടത്തിയ റെയ്ഡിൽ പിടികൂടിയത്. യുവതി നേരത്തെയും MDMA കേസിൽ പ്രതിയാണ്. കർണാടകത്തിൽ നിന്നും കൊല്ലം നഗരത്തിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിൽപ്പനയ്ക്കായി MDMA വാങ്ങി സ്വന്തം ഉടമസ്ഥതയിലുള്ള കർണാടക രജിസ്ട്രേഷനുള്ള കാറിൽ ഒരു യുവതി കൊണ്ടുവരുന്നതായി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ IPSന് വിശ്വാസയോഗ്യമായ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ മുതൽ തന്നെ സിറ്റി പരിധിയിൽ വ്യാപക പരിശോധന ആരംഭിച്ചിരുന്നു. കൊല്ലം SP ഷെരീഫിന്റെ നേതൃത്വത്തിൽ 3 ടീമുകളായി തിരിഞ്ഞായിരുന്നു പരിശോധന. തുടർന്ന് വൈകിട്ട് 5:30 മണിയോടെ നീണ്ടകര പാലത്തിനു സമീപത്ത് കാർ കാണപ്പെടുകയും പോലീസ് കൈകാണിച്ചിട്ട് നിർത്താത്തതിനെ തുടർന്ന് ആൽത്തറമൂട് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷന് സമീപം വെച്ച് പോലീസ് വാഹനം തടഞ്ഞു നിർത്തുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കാറിൽ ഒളിപ്പിച്ച നിലയിൽ MDMA കണ്ടെത്തിയത്. അഞ്ചാലമൂട് പെരിനാട് പോലീസ് സ്റ്റേഷനിൽ ഇടവട്ടം എന്ന സ്ഥലത്ത് സായിബം എന്ന വീട്ടിൽ നിന്നും ഇപ്പോൾ പനയം രേവതി എന്ന വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന അനില രവീന്ദ്രനാണ് അറസ്റ്റിലായത്. കൊല്ലം സിറ്റി പോലീസ് ഈ മാസം പിടികൂടുന്ന കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കാറ്റഗറിയിലുള്ള 4ാമത്തെ MDMA വേട്ടയാണിത്. ശക്തികുളങ്ങര ഇൻസ്പെക്ടർ R രതീഷ്, പോലീസ് സംഘവും ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് പിടികൂടിയത്.